ആയിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ ആ ക്യാരക്ടറിനെ ഫേസ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്? അല്ല, നമ്മള് എന്താ പറയാ, സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ഹ്യൂമർ എന്ന് പറയുന്നത്. അതെ, അതിനെപ്പോഴും അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് പറയില്ല. തിരയില് നമുക്ക് ധ്യാൻ ചേട്ടനെ നമ്മുടെ ഒരു ഫോമിൽ കണ്ടിട്ട് അതിനുശേഷം അത്രയും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഈ മനുഷ്യന് ശരിക്കും കഴിവുണ്ട് എന്ന് തെളിയിച്ച് അതിന് ഒരുപാട് നന്ദി. ചോദിക്കാനുള്ളത് ഈ കുൽസിത പ്രിയനായിട്ടുള്ള ധ്യാൻ ചേട്ടനും ഒരുമിപ്പിക്കാനുള്ള ഐഡിയ അത് ഇത്ര വർക്ക് ആവുന്നത് എങ്ങനെയായിരുന്നു? ഇത്ര വർക്ക് അല്ല, സത്യം പറഞ്ഞ എനിക്ക് ഉറപ്പ് വന്നത് ഇവർ ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ്. ഒരു ഐഡിയ ഉണ്ടായിരുന്നു, സത്യമാണ്. പക്ഷെ അല്ല, ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ സിംഗാവും. പിന്നെ ധ്യാനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാന അപ്പുവിന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട്. അപ്പൊ ഒരു സിങ്ക് ഉണ്ട്. അപ്പൊ രണ്ടുപേരും സിങ്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പോയിക്കോളും തോന്നി. ആദ്യത്തെ ദിവസം തന്നെ അത് നടന്നു. അപ്പം ഏജ്ഡ് ആയിട്ടുള്ള പോർഷനിൽ പോലും ഇങ്ങനെ എന്താണ് ഡബ് ചെയ്യുമ്പോഴും പോലും ചെറിയ കഥപ്പും ഒരു ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടൊക്കെ അങ്ങനെ ഒരു ഡബിൽ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ആയിട്ടുള്ള ആകെ ഓടുന്ന ഒരു പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു കാര്യമായിട്ട്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് കുറച്ച് ക്ലോസ് ടു ദ മൈക്ക് നമ്മളിപ്പോ കുറച്ച് ബേസ് കിട്ടാനും പിന്നെ ഇപ്പൊ നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ. നമ്മള് ക്ലോസ് മൈക്കിങ് പോകുന്ന സമയത്ത് വോയിസിൽ ചെറിയ വ്യത്യാസം. അത് ആക്ച്വലി ഭയങ്കര പണിയുള്ള പരിപാടിയൊന്നുമല്ല. ഏട്ടനപ്പം ക്ലോസ് മൈക്ക് ചെയ്യാൻ പറഞ്ഞ അടുത്ത് വെച്ചിട്ട് പിന്നെ ചെറുങ്ങനെ പുറത്തുനിന്ന് 2 സിഗരറ്റ് ഒക്കെ വലിച്ചു കഴിഞ്ഞാൽ ബേസ് കൂടും. ഡബിൽ വരാൻ നേരത്ത് ബേസിക്കലി അത് എങ്ങനെ ഫോളോ ചെയ്തിരുന്നു? അത് ഡിഫിക്കൽട്ട് ആണല്ലോ ബേസിക്കലി പലപ്പോഴും പറഞ്ഞു കേട്ടോ. എനിക്കിതൊന്നും അറിയില്ല. എല്ലാ പടത്തിലും ഡബിംഗ് കിതപ്പ് ഡയലോഗ് കട്ട് ചെയ്ത് കളയുന്നത് ആമസോണിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യട്ടെ. എല്ലാവരും ട്രോൾ ചെയ്യുന്നുണ്ട്. മോഹൻലാലിന്റെ ഒരു ട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ഒരു ട്രോൾ ഉണ്ട്. എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ടുള്ള ഫേവറിസം നെപ്പോട്ടിസത്തിന് തന്നെ നിങ്ങൾ തന്നെ ട്രോളുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിങ് ആവുന്ന ഈ സെൽഫ് ട്രോൾ പരിപാടി കൊണ്ടാണ്. ആ ഐഡിയ അത് എങ്ങനെയാ രൂപപ്പെട്ടത്? അല്ല, അത് അങ്ങനെ സെൽഫ് റോൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും. നമുക്കിഷ്ടമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ. അതേന്നു അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റവന്റെ മകൻ പോലെ ഇത് രണ്ടും ഒന്നാണ്. സോറി. കഴിഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പ്രണവുമായിട്ട് ഒരു സിനിമയും കൂടി ചെയ്യുന്നു. അപ്പൊ ധ്യാന്റെ ഒരു ലൈഫ് ടൈം റോൾ എന്നൊക്കെ രീതിയിൽ നമ്മുടെ മനസ്സിലാക്കുന്ന ചേട്ടനായിട്ട് ഉടനെ ഒരു പടം ഉണ്ടാവും. ഇനി ദണ്ഡി യാത്ര ധ്യാന്റെ ഉള്ള ഒരു സബ്ജക്ട്. അതാണ് ഇപ്പൊ അനിയനെ കുറിച്ച് മറ്റേ ഇന്റർവ്യൂ കണ്ടുന്ന കാര്യങ്ങൾ പറയും. ഇപ്പൊ അനിയനെ കുറിച്ചുള്ള ഒരു അഭിമാന നിമിഷം ഇങ്ങനെ ചോദിച്ചു, പെട്ടെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയാ. നല്ല അഭിപ്രായമാണ്. അല്ല, അവൻ നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട്. സിനിമാറ്റോഗ്രാഫർ വിശ്വൻ ഇവിടെ ഇല്ല. പിന്നെ അപ്പു ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ, റോണിക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര